ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയുടെ പേര് 40 വർഷത്തെ രഹസ്യം. 40 വർഷം, 40 ഇയേഴ്സ്. രഹസ്യം, സീക്രട്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് പോയിന്റ് പഠിക്കാം. ഫസ്റ്റ് പോയിന്റ്, മുത്തശ്ശൻ ദിവസങ്ങൾ എണ്ണുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇതിനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. മുത്തശ്ശൻ, ഗ്രാൻഡ് ഫാദർ. ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ? ഡേയ്സ്. ദിവസം എന്നാണെങ്കിൽ ഡേ, ദിവസങ്ങൾ ഡേയ്സ്. എണ്ണുകയുടെ ഇംഗ്ലീഷ് വേർഡ് കൗണ്ട്. അപ്പം മുത്തശ്ശൻ ദിവസങ്ങൾ എണ്ണുകയാണെന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. മുത്തശ്ശൻ, ഗ്രാൻഡ് ഫാദർ ദിവസങ്ങൾ എണ്ണുകയാണ്. ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ ഈസ് കൗണ്ടിങ്. കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണുക. കൗണ്ടിങ് ദ ഡേയ്സ്. ഡേയ്സ് എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ. അപ്പം മുത്തശ്ശൻ ദിവസങ്ങൾ എണ്ണുകയാണ്. ഗ്രാൻഡ് ഫാദർ ഈസ് കൗണ്ടിങ് ദ ഡേയ്സ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുമ്പം ഗ്രാൻഡ് ഫാദറാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഞാനിവിടെ എസ് എന്ന് എഴുതിയിട്ടുണ്ട് ഷോർട്ട് ഫോമിൽ. ഗ്രാൻഡ് ഫാദറാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം നമ്മളിവിടെ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് പറയുമ്പം മുത്തശ്ശൻ ദിവസങ്ങൾ എണ്ണുകയാണെന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം മുത്തശ്ശൻ ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾ. ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എണ്ണുകയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ദിവസം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സബ്ജക്റ്റ് എന്താ? ഗ്രാൻഡ് ഫാദർ. അപ്പം നമ്മൾ സബ്ജക്റ്റിൻ്റെ കൂടെ എന്താ യൂസ് ചെയ്തത്? നമ്മൾ ഈസ് ഉപയോഗിച്ചു. സബ്ജക്റ്റിൻ്റെ കൂടെ ഈസ് ഉപയോഗിച്ചു. ഗ്രാൻഡ് ഫാദർ ഈസ്. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? കൗണ്ടാണ് ഇവിടുത്തെ വെർബ്. കൗണ്ട് എന്ന് പറയുന്നത് വെർബാണ്. വെർബിൻ്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്തു ഈ ഒരു സെൻറ്റൻസ് എഴുതാൻ വേണ്ടിയിട്ട്. കാര്യം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ ഗ്രാൻഡ് ഫാദർ സബ്ജക്റ്റിൻ്റെ കൂടെ ഈസ് ഉപയോഗിച്ചു. പിന്നെ നമ്മൾ കൗണ്ടാണ് വെർബിനോട് ING ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതിയത്. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൻ്റെ ഈ ഒരു ഫോം അറിയാമല്ലോ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ എഴുതുവാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുക എപ്പോഴും subject plus is or am or are plus verb plus ING ഫോം. അപ്പോൾ ഈ ഒരു ഫോം ഉപയോഗിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പം ഈ ഒരു ഫോം ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഇത് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടല്ലോ സബ്ജക്റ്റ് എന്താ? ഗ്രാൻഡ് ഫാദർ. സബ്ജക്റ്റിൻ്റെ കൂടെ പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ, ഇതിലേതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചത് എന്താ? ഈസാണ്. സബ്ജക്റ്റ് ഈസാണ് ഇവിടെ ഉപയോഗിച്ചത്. കാര്യം ആമും ആറും ഇവിടെ പറ്റില്ല. കാര്യം ഗ്രാൻഡ് ഫാദർ നമുക്ക് പറയാൻ പറ്റൂ. ഗ്രാൻഡ് ഫാദർ ആറെന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഗ്രാൻഡ് ഫാദർ ആം എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ ഗ്രാൻഡ് ഫാദർ ഈസിനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ കാര്യം ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നൊരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കുക സബ്ജക്റ്റ് എന്താ? ഗ്രാൻഡ് ഫാദർ. അപ്പോൾ സബ്ജക്റ്റ് നോക്കിയിട്ട് നമുക്ക് ഈ 3 ഇവിടെ ഉണ്ട്. ഈസ്, ആം, ആർ. അപ്പോൾ ഈസ് വേണോ, ആം വേണോ, ആർ വേണോ എന്നൊക്കെ നമുക്ക് തീരുമാനിച്ചിട്ട് എഴുതാൻ പറ്റും. കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റും. ഗ്രാൻഡ് ഫാദർ ഈസ് നമുക്ക് മനസ്സിലായി കറക്റ്റായിട്ട്. ഇപ്പം ഈ ആമും ആർ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഗ്രാൻഡ് ഫാദർ ഈസ്. വെർബ് എന്താ? വെർബ് കൗണ്ട്. വെർബ് പ്ലസ് ING കൗണ്ടിങ് ആയപ്പം വെർബിൻ്റെ INGയുടെ ഞാനൊരു അണ്ടർലൈൻ ചെയ്യാം. കൗണ്ടിങ് ദ ഡേയ്സ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഈസ് കൗണ്ടിങ് ദ ഡേയ്സ്. ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു ഫോമും ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് എളുപ്പം ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഒരാളെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഫോം, ഇത് എപ്പോഴും നമുക്കിത് ഓർത്ത് വെച്ചിട്ട് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. അപ്പം നെക്സ്റ്റ് പോയിന്റ്, അടുത്ത മാസം അവരുടെ വിവാഹ വാർഷികമാണ്. അപ്പം നമുക്ക് ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോഴും മനസ്സിലായി ഇത് പിന്നീടുള്ളൊരു കാര്യമാണെന്ന്. അടുത്ത മാസം പിന്നീടുള്ള കാര്യമാണ്. അപ്പം നമുക്കത് അറിയാം ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. പിന്നെ എങ്ങനെ ഫ്യൂച്ചർ ടെൻസിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം അടുത്ത മാസം എന്ന് പറയുമ്പോൾ എന്താ? നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം നെക്സ്റ്റ് മന്ത്. അവരുടെ എന്ന് പറഞ്ഞാൽ ദെയർ. വിവാഹ വാർഷികം, വെഡ്ഡിങ് ആനിവേഴ്സറി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് എഴുതാം? നെക്സ്റ്റ് മന്ത് എന്ന് പറയുമ്പം അടുത്ത മാസം. നെക്സ്റ്റ് മന്ത് വിൽ ബി
ഇവിടെ എന്താ വിൽ ബി യൂസ് ചെയ്തത്? കാര്യം ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് ഇത് പിന്നീടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ടാണ് ഇവിടെ വിൽ ബി ഉപയോഗിച്ചത്. നെക്സ്റ്റ് മന്ത് വിൽ ബി ദെയർ വെഡ്ഡിങ് ആനിവേഴ്സറി. വെഡ്ഡിങ്. അപ്പം ആനിവേഴ്സറിയുടെ സ്പെല്ലിങ് എപ്പോഴും ഓർത്തിരിക്കുക, ANNIVERSARY. ഒരു കൺഫ്യൂഷൻ, ചിലർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ തോന്നും ആനിവേഴ്സറിയുടെ സ്പെല്ലിങ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ട് എഴുതിയത് ANNIVERSARY. അപ്പം നെക്സ്റ്റ് മന്ത് വിൽ ബി ദെയർ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ വിൽ ബി ഉപയോഗിച്ച് എന്താ, ഇതൊരു ഫ്യൂച്ചർ ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ വിൽ ബി ഉപയോഗിച്ച് എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, സബ്ജക്റ്റ് നെക്സ്റ്റ് മന്ത് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം വിൽ ബി ആണ് ഇവിടുത്തെ വെർബ്. അപ്പം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, സബ്ജക്റ്റ് പ്ലസ് ഫ്യൂച്ചർ ഫോം ഓഫ് ദ വെർബ്. അപ്പം നമ്മൾ വിൽ ബി ഉപയോഗിച്ച് എഴുതണം. എപ്പോഴും ഓർത്തിരിക്കുക, ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ വിൽ ബി ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റുമെന്ന് അങ്ങനെ ഓർത്ത് വെച്ചേക്കുവാണ്. പെട്ടെന്ന് നമുക്കൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ എഴുതാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ പറയാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അടുത്ത മാസം അവരുടെ വിവാഹ വാർഷികമാണ്. അപ്പം നെക്സ്റ്റ് മന്ത് വിൽ ബി ദെയർ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറയുമ്പം വിൽ ബി ആണ് ഇവിടുത്തെ വെർബ്. അപ്പം എങ്ങനെയാണ് നമ്മൾ എഴുതിയത്, നെക്സ്റ്റ് മന്ത് വിൽ ബി ദെയർ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ തൊട്ടൊന്നും നമ്മൾ പഠിച്ചത് എനിക്ക് തോന്നുന്നൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയിരുന്നു. അപ്പോൾ ഇതൊരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് കേൾക്കുമ്പോഴേ മനസ്സിലാവും ഇത് പിന്നീടുള്ള കാര്യമാണോ ഇപ്പോഴത്തെ ഒരു കാര്യമാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇത് പിന്നീടുള്ള കാര്യമാണെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ വിൽ ബി ഉപയോഗിച്ചിട്ട് എഴുതി. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ, ഈ ദിവസങ്ങൾ അവരുടെ സന്തോഷ നിമിഷങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, നമുക്ക് മനസ്സിലായി. കാര്യം അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് പറയുന്നത്, അവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് ആണ് പറയുന്നത്. അപ്പം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ റെഗുലർ ഹാബിറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സത്യസന്ധമായ ട്രൂത്ത്, ജനറൽ ഫാക്റ്റ്, ജനറൽ ട്രൂത്ത് എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ച് എഴുതുന്നത്. ഇവിടെ ഈ ദിവസങ്ങൾ അവരുടെ സന്തോഷ നിമിഷങ്ങളാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് നോക്കാം ഇംഗ്ലീഷിൽ. അപ്പം ഈ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ, ദീസ് ഡേയ്സ്, ദിവസങ്ങൾ ഡേയ്സ്. അപ്പം അവരുടെ എന്ന് പറഞ്ഞാൽ എന്താ, ദെയർ. സന്തോഷ നിമിഷങ്ങൾ, സന്തോഷം എന്താ, ഹാപ്പി. നിമിഷം എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ്സ്. അപ്പം ഈ ദിവസങ്ങൾ അവരുടെ സന്തോഷ നിമിഷങ്ങളാണെന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. These days are their happy moments. അപ്പം നമ്മൾ എന്താ ഇവിടെ എഴുതിയത്, ദീസ് ഡേയ്സ്, ഈ ദിവസങ്ങൾ, ദീസ് ഡേയ്സ് ആർ ദെയർ ഹാപ്പി മൊമെൻറ്റ്സ്. അപ്പം നമ്മളിവിടെ എന്താ ഇവിടെ ഉപയോഗിച്ചത്, കാര്യം ദീസ് ദിവസങ്ങൾ, ദീസ് ഡേയ്സ്, ഈ ദിവസങ്ങൾ. ഇവിടെ ഡേ അല്ല, ഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എന്നല്ലേ, ഇവിടെ ഡേയ്സ്, കുറേ ദിവസങ്ങളുണ്ട്. അപ്പോൾ ദീസ് ഡേയ്സ്, അപ്പോൾ ഇതൊരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് നമുക്കിവിടെ ഈസ് എഴുതാൻ പറ്റില്ല, ആം എഴുതാനോ ഈസോ ആം അങ്ങനെയുള്ളതൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. നമ്മളിവിടെ ആരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കാരണം കുറേ ദിവസങ്ങൾ. അപ്പോൾ ഡേയ്സ് ആയോടെ നമ്മളിവിടെ ഉപയോഗിച്ചു. പിന്നെ ആർ ദെയർ എന്ന് വെച്ചാൽ എന്താ, അവരുടെ ഹാപ്പി മൊമെൻറ്റ്സ്, സന്തോഷ നിമിഷമല്ല നിമിഷങ്ങൾ. മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിമിഷം, ഇത് മൊമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നിമിഷങ്ങൾ. അപ്പോൾ ദീസ് ഡേയ്സ് ആർ ദെയർ ഹാപ്പി മൊമെൻറ്റ്സ്. ഇപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ഡേയ്സ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ നമ്മളിവിടെ സബ്ജക്റ്റിൻ്റെ കൂടെ എന്താ, ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. ദീസ് ഡേയ്സ് ആർ ദെയർ ഹാപ്പി മൊമെൻറ്റ്സ്. ഇപ്പോൾ ഇവിടുത്തെ വെർബാണ് ആർ. ഞാൻ ഈ വെർബിന്ന് വീന്ന് ഷോർട്ട് ഫോമിൽ ആറിൻ്റെ അവിടെ എഴുതി, ദീസ് ഡേയ്സ് ആർ. അപ്പോൾ ആറിൻ്റെ അടിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് വെർബ്. അപ്പോൾ ഓർത്തിച്ചേക്കോ, ഈ ദിവസങ്ങൾ അവരുടെ സന്തോഷ നിമിഷങ്ങളാണ്. ദീസ് ഡേയ്സ് ആർ ദെയർ ഹാപ്പി മൊമെൻറ്റ്സ്. അപ്പോൾ അടുത്ത പോയിന്റ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ, വിവാഹ വാർഷികം എത്തി. അപ്പം ദ വെഡ്ഡിങ് ആനിവേഴ്സറി ഹാസ് കം. വിവാഹ വാർഷികം എത്തി, ദ വെഡ്ഡിങ് ആനിവേഴ്സറി ഹാസ് കം. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ പറയാം. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഹാസ് കം എന്ന് പറയുന്നതാണ് വെർബ്. അപ്പം നമുക്കിവിടെ ഇതൊരു ചെറിയ സെൻറ്റൻസ് ആണല്ലോ, വിവാഹ വാർഷികം എത്തി.
നമുക്ക് പെട്ടെന്ന് പറയാം ദ വെഡിങ് ആനിവേഴ്സറി ഹാസ് കം. അപ്പം ഇവിടെ സബ്ജക്റ്റ് വെർബ് ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാര്യം നമ്മളിപ്പോൾ ഒരു കാര്യം പറയാൻ പെട്ടെന്ന് സബ്ജക്റ്റ് വെർബ് ഒന്നും നോക്കി പറയാൻ പറ്റില്ല. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കി വെച്ചേക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ വിവാഹ വാർഷികം എത്തി, ദ വെഡിങ് ആനിവേഴ്സറി ഹാസ് കം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ആഘോഷത്തിനായി എല്ലാവരും ആവേശത്തിലാണ്. അപ്പം ഇവിടെ ആഘോഷം എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? സെലിബ്രേഷൻ. അപ്പം എല്ലാവരും, എവ്രി വൺ. ആവേശം എന്ന് പറഞ്ഞാൽ എന്താ? എക്സൈറ്റ്മെൻറ്റ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. എവ്രി വൺ. അപ്പം എവ്രി വൺ എന്ന് വെച്ചാൽ എന്താ? എല്ലാവരും. എവ്രി വൺ ഈസ് എക്സൈറ്റഡ്. എവ്രി വൺ ഈസ് എക്സൈറ്റഡ്. അപ്പം ആവേശം എന്ന് വെച്ചാൽ എന്താ? എക്സൈറ്റ്മെൻറ്റ്, ആവേശം. അപ്പം എവ്രി വൺ ഈസ് എക്സൈറ്റഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ സെലിബ്രേഷൻ, ആഘോഷത്തിനായി. ഫോർ ദ സെലിബ്രേഷൻ. അപ്പം എവ്രി വൺ ഈസ് എക്സൈറ്റഡ് ഫോർ ദ സെലിബ്രേഷൻ. ആഘോഷത്തിനായി എല്ലാവരും ആവേശത്തിലാണ്. അപ്പം നമുക്ക് എഴുതാം എവ്രി വൺ എന്ന് വെച്ചാൽ എല്ലാവരും. എവ്രി വൺ ഈസ് എക്സൈറ്റഡ് ഫോർ ദ സെലിബ്രേഷൻ. അപ്പം ആഘോഷം എന്ന് പറഞ്ഞാൽ സെലിബ്രേഷൻ, ആവേശം, എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എങ്ങനെ എഴുതാം? എവ്രി വൺ ഈസ് എക്സൈറ്റഡ് ഫോർ ദ സെലിബ്രേഷൻ. ആഘോഷത്തിനായി എല്ലാവരും ആവേശത്തിലാണ്. ഇതൊരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം നമ്മൾ ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയണത്. അപ്പം ഒരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണിത്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പം നെക്സ്റ്റ് പോയിൻ്റ്, വീട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൗസ് എന്നും പറയാം, ഹോം എന്ന് പറയാം. മനോഹരമായി, ബ്യൂട്ടിഫുള്ളി. മനോഹരമായി എന്ന് പറഞ്ഞാൽ എന്താ? മനോഹരം, ബ്യൂട്ടിഫുൾ. ഇപ്പോൾ മനോഹരമായി എന്ന് പറയുമ്പോൾ നമുക്ക് ബ്യൂട്ടിഫുള്ളി എന്ന് പറയാം. അലങ്കരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അലങ്കരിക്കുവായുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഡെക്കറേറ്റ്. അലങ്കരിക്കുക, ഡെക്കറേറ്റ്. അപ്പം വീട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? The house is decorate എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക. അപ്പോൾ ഡെക്കറേറ്റഡ്. The house is decorated beautifully. BEAUTIFUL. ബ്യൂട്ടിഫുള്ളിന് സ്പെല്ലിംഗ് ജസ്റ്റ് ആണെന്ന് പറഞ്ഞത്. ബ്യൂട്ടിഫുള്ളി. The house is decorated beautifully. അപ്പം വീട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. The house is decorated beautifully. അപ്പം ഇത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ്, അവർ 2 പേരും പുതിയ ഉടുപ്പുകൾ ഇട്ടു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവർ എന്ന് പറഞ്ഞാൽ എന്താ? ദേ. 2 പേരും നമുക്ക് പറയാം ദേ ബോത്ത്. 2 പേരും ദേ ബോത്ത് നമുക്കിവിടെ എഴുതാം. പുതിയ ഉടുപ്പുകൾ. പുതിയെന്ന് പറഞ്ഞാൽ എന്താ? ന്യൂ. ഉടുപ്പുകൾ എന്ന് വെച്ചാൽ നമുക്ക് പറയാം ക്ലോത്ത്സ്. ഇടുക എന്ന് പറഞ്ഞാൽ എന്താ? വിയർ. ഇവിടെ ഇട്ടു അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. ഇട്ടു അപ്പോൾ വിയറിൻ്റെ പാസ്റ്റ് ഫോം ആക്കി നമ്മൾ എഴുതണം. അപ്പം അവർ 2 പേരും പുതിയ ഉടുപ്പുകൾ ഇട്ടു നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം ഇംഗ്ലീഷിൽ. അവർ 2 പേരും എന്നുള്ളത് ദേ ബോത്ത് എന്ന് ഞാൻ എഴുതി. ദേ ബോത്ത്. അപ്പം ഇടുക എന്ന് വെച്ചാൽ വിയർ. അപ്പം ഇവിടെ ഇട്ടു കഴിഞ്ഞ കാര്യമാണ് ഇട്ടു. അപ്പം നമ്മൾ വിയറിൻ്റെ പാസ്റ്റ് ഫോം എഴുതണം. വിയറിൻ്റെ പാസ്റ്റ് ഫോം എന്താ? വോർ. ദേ ബോത്ത് വോർ. പുതിയ, ന്യൂ ക്ലോത്ത്സ്. ദേ ബോത്ത് വോർ ന്യൂ ക്ലോത്ത്സ്. അവർ 2 പേരും പുതിയ ഉടുപ്പുകൾ ഇട്ടു. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഞാനിവിടെ വിയറിനെ പാസ്റ്റ് ഫോം ആക്കിയാണ് വോർ എഴുതിയത്. വിയറിൻ്റെ പാസ്റ്റ് ഫോമാണ് വോർ. അപ്പം ഇടുക വിയർ, ഇട്ടു വോർ. അപ്പോൾ ഇങ്ങനെ ഓർത്തിച്ചാൽ മതി. അപ്പോൾ ദേ ബോത്ത് വോർ ന്യൂ ക്ലോത്ത്സ്. അവർ 2 പേരും പുതിയ ഉടുപ്പുകൾ ഇട്ടു. അപ്പോൾ അടുത്ത പോയിന്റ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, അവരുടെ സ്നേഹം വളരെ ശക്തമായി വളർന്നു. അവരുടെ എന്ന് വെച്ചാൽ എന്താ? ദെയർ. സ്നേഹം, ലവ്. അപ്പോൾ വളരെ, വെരി. ശക്തമായി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം സ്ട്രോങ്ങർ. വളർന്നു എന്ന് പറഞ്ഞാൽ ഗ്രോൺ. വളരുക എന്ന് പറഞ്ഞാൽ ഗ്രോ. വളർന്നു, ഇത് ഗ്രോൺ. അപ്പം ഗ്രോയുടെ പാസ്റ്റ് ഫോമാണ് ഗ്രോൺ. അപ്പം അവരുടെ സ്നേഹം വളരെ ശക്തമായി വളർന്നു എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. their love. അവരുടെ സ്നേഹം. their love has grown. grow എന്ന് പറഞ്ഞാൽ വളരുക, ഇത് ഗ്രോൺ, വളർന്നു. their love has grown.
വളരെ എന്ന് പറഞ്ഞാൽ എന്താ? വെരി. their love has grown very. ശക്തമായി എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രോങ്. സ്ട്രോങ്. അപ്പം ശക്തമായി, സ്ട്രോങ്ങർ. their love has grown very stronger. അവരുടെ സ്നേഹം വളരെ ശക്തമായി വളർന്നു. അപ്പോൾ their love has grown very stronger. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, ഈ 40 വർഷത്തെ രഹസ്യം അവരുടെ സ്നേഹമാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇത് ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പം ഈ 40 വർഷം എന്താ? 40 ഇയേഴ്സ്. അപ്പം ഈ 40 വർഷം, അപ്പം ദീസ് 40 ഇയേഴ്സ് നമുക്ക് പറയാം. അപ്പം രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താ? സീക്രട്ട്. അപ്പം അവരുടെ എന്ന് പറഞ്ഞാൽ ദെയർ. അപ്പം സ്നേഹം എന്ന് വെച്ചാൽ എന്താ? ലവ്. അപ്പം ഈ 40 വർഷത്തെ രഹസ്യം അവരുടെ സ്നേഹമാണ് എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നമുക്ക് നോക്കാം. The secret of രഹസ്യം. സീക്രട്ട് എന്ന് പറഞ്ഞാൽ എന്താ? രഹസ്യം. The secret of these 40 years. അപ്പോൾ these 40 years എന്ന് പറയുമ്പോൾ എന്താ? ഈ 40 വർഷം. അപ്പോൾ the secret of these 40 years. അപ്പം ഇയേഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നു, അപ്പുറത്ത് എഴുതാം. 40 years. അപ്പം ദ സീക്രട്ട് ഓഫ് ദീസ് 40 ഇയേഴ്സ് എന്ന് പറയുമ്പം ഈ 40 വർഷം. ഈസ് ദെയർ എന്ന് വെച്ചാൽ എന്താ? അവരുടെ. ദെയർ ലവ്, സ്നേഹം. ലവ് എന്ന് വെച്ചാൽ സ്നേഹം. ദ സീക്രട്ട് ഓഫ് ദീസ് 40 ഇയേഴ്സ് ഈസ് ദെയർ ലവ്. ദ സീക്രട്ട്, രഹസ്യം. ദ രഹസ്യം ഓഫ് ദീസ് 40 ഇയേഴ്സ്. ദീസ് 40 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഈ 40 വർഷത്തെ എന്താ? അവരുടെ. ദെയർ ലവ്, അവരുടെ സ്നേഹം. അപ്പോൾ ദ സീക്രട്ട് ഓഫ് ദീസ് 40 ഇയേഴ്സ് ഈസ് ദെയർ ലവ്. ഈ 40 വർഷത്തെ രഹസ്യം അവരുടെ സ്നേഹമാണ്. അപ്പം ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിന് പറയണത്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റാണ്. ഇത്രയും വർഷം ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നത് ഭാഗ്യമാണ്. നമുക്ക് എങ്ങനെ എഴുതാം ഇംഗ്ലീഷിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇത്രയും വർഷം എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സോ മെനി ഇയേഴ്സ്. ഇത്രയും വർഷം. സോ മെനി ഇയേഴ്സ്. അപ്പോൾ ഒന്നിച്ചെന്ന് പറയുമ്പോൾ എന്താ? ടുഗദർ. സന്തോഷം, ഹാപ്പി. ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ലീവ്. ഭാഗ്യം എന്ന് പറയുന്നത് ബ്ലെസ്സിങ് നമുക്ക് പറയാം. ഈ ഒരു സെൻറ്റൻസ് നമുക്ക് ബ്ലെസ്സിങ് ആയിട്ട് പറഞ്ഞെഴുതാൻ പറ്റും. ഭാഗ്യത്തിന് വേറെ ഇംഗ്ലീഷ് വേർഡ്സും ഉണ്ട്. നമുക്ക് ഭാഗ്യത്തിന് കുറേ വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. അപ്പം ഇവിടെ നമ്മുടെ ബ്ലെസ്സിങ് എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത്രയും വർഷം ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നത് ഭാഗ്യമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ഇത് എഴുതാമെന്ന് നോക്കാം. ബീയിങ് ഏബിൾ ടു ലീവ്. ഇതൊരു സംസാര ഭാഷയാണ്. അപ്പോൾ ആ രീതിക്ക് നമ്മൾ എഴുതുക. ബീയിങ് ഏബിൾ ടു ലീവ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവിക്കുക, കഴിയുക. ബീയിങ് ഏബിൾ ടു ലീവ് ടുഗദർ എന്ന് വെച്ചാൽ എന്താ? ഒന്നിച്ച്. ടുഗദർ ഹാപ്പിലി എന്ന് പറഞ്ഞ സന്തോഷത്തോടെ. ഹാപ്പിലി ഫോർ സോ മെനി ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ വർഷമല്ലേ? സോ മെനി ഇയേഴ്സ്, ഇത്രയും വർഷം. സോ മെനി ഇയേഴ്സ്, ഒത്തിരി വർഷം. സോ മെനി ഇയേഴ്സ് ഈസ് എ ബ്ലെസ്സിങ്. അതൊരു ബ്ലെസ്സിങ് ആണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ബീയിങ് ഏബിൾ ടു ലീവ് ടുഗദർ ഹാപ്പിലി ഫോർ സോ മെനി ഇയേഴ്സ് ഈസ് എ ബ്ലെസ്സിങ്. അപ്പം ബീയിങ് ഏബിൾ ടു ലീവ് ടുഗദർ. ഇവിടെ ലീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒന്നിച്ച് കഴിയുക. ടുഗദർ ഒന്നിച്ച്. ലീവ് ടുഗദർ ഒന്നിച്ച് കഴിയുക. ഹാപ്പിലി സന്തോഷത്തോടെ. ഫോർ സോ മെനി ഇയേഴ്സ് കുറേ വർഷങ്ങൾ. ഇത്രയും വർഷം. ഈസ് എ ബ്ലെസ്സിങ്, അതൊരു ഭാഗ്യമാണ്. അപ്പം എങ്ങനെ നമ്മൾ എഴുതിയത്? ഇത്രയും വർഷം ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നത് ഭാഗ്യമാണ്. ബീയിങ് ഏബിൾ ടു ലീവ് ടുഗദർ ഹാപ്പിലി ഫോർ സോ മെനി ഇയേഴ്സ് ഈസ് എ ബ്ലെസ്സിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥയുടെ ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ ഫ്രണ്ട്സ്.